ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖർ ഇങ്ങോട്ട് വരുമ്പോൾ അദ്ദേഹം കരുതി കാണില്ല കേരളത്തിലെ ബി.ജെ.പി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒന്നൊന്നര ബി.ജെ.പി. ആണെന്ന് രാജീവ് ചന്ദ്രശേഖർ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. ഇന്നലെ തിരുവനന്തപുരത്ത് കോർ കമ്മിറ്റി യോഗം നടന്നപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് പറയാനുള്ള വാക്ക് മാപ്പ് 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 ക്ഷമ ചോദിക്കുന്നു എന്നല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. തൃശ്ശൂരിൽ അവരുടെ ഒരു നേതൃ ക്യാമ്പ് നടന്നിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതിനകത്ത് കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും വെട്ടിമാറ്റി. ഇവരാരെയും വിളിച്ചില്ല. വിളിക്കാതെ ഒളിച്ചും പാത്തും രാജീവ് ചന്ദ്രശേഖർ ആരെയൊക്കെ വിളിച്ചു? തൻ്റെ ഇഷ്ടക്കാരായ കുറേ ആളുകളെ, പഞ്ചായത്ത് ഇലക്ഷന് ചുമതല കൊടുത്ത ആളുകളെ, തൻ്റെ ഇഷ്ടക്കാരായ കുറച്ച് ജില്ലാ പ്രസിഡന്റുമാരൊക്കെ വിളിച്ച് കൂട്ടി തൃശ്ശൂർ വെച്ച് ഒരു യോഗം അങ്ങ് ചേർന്നു. ഇത് കെ സുരേന്ദ്രന് ഇഷ്ടപ്പെടുമോ? ശോഭാ സുരേന്ദ്രൻ ഇഷ്ടപ്പെടുമോ? വി മുരളീധരൻ ഇഷ്ടപ്പെടുമോ? എന്തിന് പി കെ കൃഷ്ണദാസൻ ഇഷ്ടപ്പെടുമോ? ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഇവർ കൊമ്പ് കോർത്തു. ഇന്നലെ കോർ കമ്മിറ്റി യോഗം വന്നപ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് മുതിർന്ന നേതാക്കളെയും മുൻ പ്രസിഡന്റുമാരെയും ഒക്കെ ഇങ്ങനെ ഒഴിവാക്കുന്നത്? അതൊരു വീഴ്ച പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം, മാപ്പാക്കണം എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖർ അലമുറയിട്ട് കരഞ്ഞത്. ഒരു കോർപ്പറേറ്റ് മുതലാളിയുടെ അലർച്ചയെന്നോ മാപ്പപേക്ഷയെന്നോ നമുക്കൊക്കെ വിളിക്കാം. എന്നിട്ട് സുരേന്ദ്രനോട് പറഞ്ഞു നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു, അതുകൊണ്ട് ഇന്നത്തെ പത്രസമ്മേളനം വാർത്താ സമ്മേളനം നടത്താനുള്ള മുഴുവൻ ചുമതലയെ നിങ്ങളെ ഏൽപ്പിക്കുന്നു. കോർ കമ്മിറ്റി കഴിഞ്ഞിട്ട് മാധ്യമങ്ങളെ കണ്ടത് കെ സുരേന്ദ്രനാണ്. കെ സുരേന്ദ്രന് ഇതിൻ്റെ കാര്യം രാജീവ് ചന്ദ്രശേഖറിന് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുമെന്നും പറഞ്ഞു നിൽക്കാൻ കഴിയില്ല. രാജീവ് ചന്ദ്രശേഖറിന് നിലമ്പൂരിലെ പരാജയം പറഞ്ഞു നിൽക്കാൻ കഴിയില്ല. നിലമ്പൂരിൽ എന്തുകൊണ്ട് ബി.ജെ.പി. ആദ്യം സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന് തീരുമാനിച്ചു എന്നതിന് ഉത്തരം പറയാൻ കഴിയില്ല. നിങ്ങളെന്തിനാണ് ടാലന്റ് ഹണ്ട് നടത്തി ആളുകളെ യുവമോർച്ചയിലേക്കും മഹിളാ മോർച്ചയുടെയും തലപ്പത്തേക്ക് ടാലന്റ് ഹണ്ട് നടത്തി നേതാക്കളെ തെരഞ്ഞെടുക്കുന്നതെന്ന് ചോദിച്ചാൽ രാജീവ് ചന്ദ്രശേഖറിന് മറുപടിയില്ല. നിങ്ങളെന്തിനാണ് ഇരുത്തം വന്ന നേതാക്കളെയൊക്കെ ഒഴിവാക്കിയിട്ട് കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും അവരെ സംസ്ഥാന സമിതിയൊക്കെ പുറത്താക്കിയ ആളുകളെ കൊണ്ട് തിരികെ വെക്കുന്നത് സുരേന്ദ്രനെ ഒതുക്കാനല്ലേ എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. ഇങ്ങനെ ഉത്തരമില്ലാത്ത അവസരത്തിൽ കൃത്യമായി മറുപടി പറയാൻ കഴിയുന്നത് കെ സുരേന്ദ്രനാണ്. അതുകൊണ്ട് വാർത്താ സമ്മേളനം കെ സുരേന്ദ്രൻ നടത്തിയാൽ മതി എന്ന് പറഞ്ഞ് കെ സുരേന്ദ്രൻ അങ്ങ് സോപ്പിട്ട് വെളുപ്പിക്കാമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ കരുതിയത്. എന്നാൽ കെ സുരേന്ദ്രനോട് പത്രക്കാർ ചോദിച്ചു, നിങ്ങളെ തൃശ്ശൂർ നേതൃയോഗത്തിൽ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒളിയമ്പല്ല, നേരിട്ട് ഡയറക്റ്റ് അടിയാണ്. കരണക്കുറ്റിക്ക് അടിക്കുന്നവരെ സുരേന്ദ്രൻ്റെ മറുപടി. അതൊക്കെ പറയേണ്ടവരോട് ചോദിക്കുക, എന്തുകൊണ്ട് വിളിച്ചില്ല എന്ന് വിളിക്കാത്തവരോട് ചോദിക്കുക. അവരോട് ചോദിക്കുമ്പോൾ അവരതിന് മറുപടി പറയുമെന്ന്. കേരളത്തിൽ ഞാൻ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ എന്തൊക്കെ സംഭവിച്ചു? തൃശ്ശൂർ MP ആയി. തൃശ്ശൂരിൽ ഒരു MP കിട്ടി. പിന്നെ 4 മണ്ഡലങ്ങളിൽ വ്യക്തമായ ലീഡ് കിട്ടി. ശോഭാ സുരേന്ദ്രൻ നിൽക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ ബി.ജെ.പിക്ക് നന്നായി വോട്ട് കൂടി വന്നു. അതുപോലെ വി മുരളീധരനും കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിന് വേണ്ടി കുറേ സംസാരിച്ചിട്ടുണ്ട്, കേരളത്തിന് വേണ്ടി കുറേയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹമെങ്കിലും പറയും. പിന്നെ ചില പൊതുവിഷയങ്ങൾ വരുമ്പോൾ വി മുരളീധരൻ അടിക്കുമെങ്കിലും വി മുരളീധരനും കുറേ അധികാര സ്ഥാനങ്ങളിൽ ഇരുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും ശോഭാ സുരേന്ദ്രനുമൊക്കെ അടപടലം നാറ്റിച്ച് അവരെ അധികാര ശ്രേണിയിൽ നിന്ന്, അതായത് പാർട്ടി ഹൈറാർക്കിയിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തുന്ന ഒരു നയസമീപനം രാജീവ് ചന്ദ്രശേഖർ എടുക്കുന്നത് ശരിയല്ല എന്ന് ഇന്നലെ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായി. കോർ കമ്മിറ്റി യോഗത്തിൽ എല്ലാ ആളും ശക്തിയുക്തം വാദിച്ചു. അപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖർ മാപ്പ് പറഞ്ഞത്. എന്നിട്ട് സ്വയം വിചാരിച്ചു കാണും, എൻ്റെ പൊന്നോ, ഞാൻ ഈ പരിപാടി ഏറ്റെടുത്തത് വലിയ നഷ്ടമായിപ്പോയി. ഇങ്ങനെയാണോ കേരളത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഒരു 75% വോട്ട് ഷെയർ നേടണം, പല സ്ഥലങ്ങളും 2ാം സ്ഥാനത്ത് നിൽക്കുന്നിടത്തൊക്കെ ഒന്നാമതെത്തണം എന്നൊരു വലിയ ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ് ബി.ജെ.പി. പക്ഷേ ബി.ജെ.പിയുടെ ഉള്ളിലുള്ള തമ്മിലടി കാരണം ബി.ജെ.പി. അണികൾക്ക് പോലും അല്ലെങ്കിൽ RSSകാർക്ക് പോലും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിൽ വിശ്വാസമില്ലാതായി. രാജീവ് ചന്ദ്രശേഖർ ആൾ കുറേ പണക്കാരനാണ്, പൈസ ഇറക്കി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് അറിയാം. പക്ഷേ തൊട്ടതെല്ലാം പൊട്ടിപ്പാളിഷായി, പൊട്ടിപ്പാളിഷായി, തരിപ്പണമായി. ബി.ജെ.പി. അവിടെ ചെന്ന് ഇനി ബി.ജെ.പി. ആണെന്ന് പറഞ്ഞാൽ മുനമ്പത്തുകാർ ഓടിക്കും. കാരണം എന്താണ്? ബി.ജെ.പിക്ക് ഈ വഖഫ് ബോർഡ് നിയമത്തിലൂടെ ഭേദഗതി നിയമത്തിലൂടെ നിങ്ങൾക്കെല്ലാം കിട്ടുമെന്ന് ആദ്യം പറഞ്ഞു. തൊട്ടപ്പുറത്ത് പോയി കിട്ടില്ല, നിങ്ങൾക്ക് സുപ്രീം കോടതി വരെ പോകേണ്ടി വരുമെന്ന് ഈ രാജീവ് ചന്ദ്രശേഖർ തന്നെ പറഞ്ഞു. അപ്പോൾ വഖഫ് നിയമ ഭേദഗതി മുനമ്പത്തിൽ വിജയിക്കാതെ പോയി. മുനമ്പം ആളുകളെ ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ ബി.ജെ.പിക്കൊപ്പം ചേർക്കുക എന്ന സ്വപ്നം സഫലമാകാതെ പോയി. ഷോൺ ജോർജിനെയും അതുപോലെ തന്നെ യുവ നേതാക്കളെയും കൊണ്ടുവന്ന് കുറേ സംഭാഷണവും അല്ലെങ്കിൽ കുറേ മൈക്ക് കിട്ടി വെച്ച് പ്രസംഗിക്കാനൊക്കെ അനുവാദം കൊടുത്തെങ്കിലും ഷോൺ ജോർജും മറ്റ് നേതാക്കളുമൊക്കെ ഇവരെ താറടിച്ചു. മുതിർന്ന നേതാക്കളുടെ കടങ്ങിയിരുന്നുകൊണ്ട് ഞങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് വന്നപ്പോൾ മുതിർന്ന നേതാക്കൾ സംസ്ഥാന നേതൃത്വത്തിനെതിരെ തിരിഞ്ഞു. ഇതൊക്കെ രാജീവ് ചന്ദ്രശേഖറിന് കനത്ത തിരിച്ചടികളാണ്. അതിന് പിന്നാലെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നത്. അപ്പോൾ പറഞ്ഞു, അയ്യോ ഞാനിപ്പോൾ വന്നതല്ലേ ഉള്ളൂ പ്രസിഡന്റായിട്ട്, ഉടനെ ഒരു തെരഞ്ഞെടുപ്പ്, നമ്മൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ, നമുക്കിത് BDJS കൊടുത്താലോ? തുഷാർ വെള്ളാപ്പള്ളി അല്ലല്ലോ. തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു, അപ്പൻ അവിടെ പോയി
എന്താണ് അലകൊലമ്പാക്കിയിട്ടുണ്ട്. അപ്പനവിടെ പോയി മലപ്പുറത്ത് പോയി മുഴുവൻ അലമ്പാക്കിയിട്ടുണ്ട്. ഞങ്ങൾ പോയി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന അത്ര വോട്ട് പോലും ഞങ്ങൾക്ക് കിട്ടില്ല. അങ്ങനെ തുഷാർ വെള്ളാപ്പള്ളി കാലുവാരിയപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് മോഹൻ ജോർജിനെ, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ സംസ്ഥാന സമിതി അംഗമായിരുന്ന മോഹൻ ജോർജിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കേണ്ടി വന്നു. അങ്ങനെ മോഹൻ ജോർജ് നിന്നു, എങ്കിലും അത്യാവശ്യം നല്ല വോട്ട് കിട്ടി. അദ്ദേഹത്തിന് കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു 10-200 വോട്ടെങ്കിലും കൂടുതൽ പിടിക്കാൻ കഴിഞ്ഞു. അത് മലയോര ക്രൈസ്തവരുടെ വോട്ടാണ് എന്നത് നിസ്സംശയം പറയാം. അതിൽ മോഹൻ ജോർജിന് അഭിമാനിക്കാമെങ്കിലും രാജീവ് ചന്ദ്രശേഖരന് അഭിമാനിക്കാൻ വക അവിടെ നിന്ന് ലഭിക്കുന്നില്ല. അങ്ങനെ തൊട്ടതെല്ലാം കേടായി മാറ്റിയ രാജീവ് ചന്ദ്രശേഖരാണ് ഇതിനൊക്കെ പിന്നിൽ നിന്ന് പണിയുന്നത്. കെ സുരേന്ദ്രനും മറ്റ് വി മുരളീധരനുമൊക്കെയാണ് ചരട് വലിക്കുന്നത്. അതുകൊണ്ട് ഇവരെ ഉൾപ്പെടുത്താതെ ഒരു സംസ്ഥാന നേതൃയോഗം നടത്തി ആളുകളെ എൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാമെന്ന കോർപ്പറേറ്റ് ബുദ്ധിയാണ് ഇപ്പോൾ രാഷ്ട്രീയ ബുദ്ധി കൊണ്ട് കെ സുരേന്ദ്രൻ മലർത്തിയടിച്ചത്. ചുരുക്കി പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരൻ മലർന്നു കിടന്ന് തുപ്പുന്നത് പോലെ ആയിപ്പോയി കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും സമ്മേളനത്തിന് നേതൃയോഗത്തിന് വിളിക്കാതിരുന്നത് എന്ന് അദ്ദേഹത്തിന് തോന്നി. അതുകൊണ്ടാണ് അദ്ദേഹം ക്ഷമയും മാപ്പും പറഞ്ഞത്. അതുകൊണ്ട് കെ സുരേന്ദ്രന് മൈക്ക് കൊടുത്തു. എന്നിട്ട് വി മുരളീധരനെ കൃത്യമായി അകറ്റി നിർത്തുകയും ചെയ്യുന്നുണ്ട്. ഇനി വി മുരളീധരൻ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.